എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഞാനിങ്ങനെ പറഞ്ഞത് എൻ്റെ മോൾ എന്നെ നോക്കി വന്ന് കളിയൊക്കെ ചിരിച്ചിട്ട് പോന്നു കേട്ടോ. എന്താ ഞാനും ചിരിച്ച്. അപ്പം പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? രാവിലെ ചെറിയൊരു വെയിലും വെട്ടമൊക്കെ ഉണ്ട്. ഇനി എന്താണോ എന്തോ. ഞാൻ 2-3 തുണി കിടന്ന എല്ലാം വാരിപ്പറക്കി അങ്ങോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെന്താണ് വിശേഷം കൂട്ടുകാരെ? അയ്യോ അങ്ങ് പോയോ? പിന്നെ അവനെ കാണുന്നില്ലെന്നാ പരാതി. ചേച്ചിയുടെ 2ാമത്തെ മോനെ കണ്ടില്ലല്ലോ, ചേച്ചിയുടെ 2ാമത്തെ മോനെ കണ്ടില്ലല്ലോ. അവൻ എന്തിയടി മോക്ക് ഈവനിങ്. അപ്പം മോളെ കൊണ്ടുവിടാനെ കൊണ്ടാണ് കേട്ടോ. അവൻ പോയി നിൽക്കുക. അവള് ഇവിടെ കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു കൂട്ടുകാരെ, നല്ല മഴ കേട്ടോ. ഒന്ന് തുള്ളി മുറിഞ്ഞത് നമ്മുടെ മുറ്റമെല്ലാം വെള്ളമായി. ഉണ്ടോ? മുറ്റമെല്ലാം വെള്ളമായി. അടുപ്പിൻ്റെ അവിടെ എല്ലാം വാരി പാലിച്ച് വാരിയിട്ടേക്കുക. അങ്ങനെ മോളും പോയി. വൈകിട്ട് എങ്ങനെ കൊണ്ടുവരും ഈ മഴയും പിടിച്ചതിനെ? വെക്കുന്ന കണ്ണാടിയൊക്കെയുള്ള മേശയല്ലേ, അത് അവിടോട്ട് മാറ്റി വെച്ച്, ആ സൈഡിൽ മാറ്റി വെച്ച് കേട്ടോ. മറ്റേ അതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ വരുന്ന വഴിക്കുന്ന വാതിലിന് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ മക്കളോട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടി പിടിച്ചൊരു സ്ഥലമുണ്ട് കയറി ഇറങ്ങാൻ. ഇല്ല എവിടെ ഇങ്ങനെ അത്രയും ഇടുങ്ങിയിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അതവിടെ കൊണ്ടുവച്ച്. അത് തന്നെ അങ്ങ് ക്ഷമിക്കുന്ന ചക്കയുടെ നോട്ടം കണ്ട് വർഷം ഇത്രയാണെങ്കിൽ എന്റെ അച്ഛനെ കൊല്ലാക്കൊല ചെയ്യുമോ? അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. തള്ള പോയിട്ട് തെളിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഈ കുട പിടിച്ചു പോകുന്നത് എൻ്റെ അമ്മയും, അതിന് നേരെ മുന്നേ പോകുന്നത് എൻ്റെ അമ്മയുടെ നേരെ മൂത്തതുമാണ്. ഇനി ഇവരുടെ ഇളയതൊരു കുഞ്ഞമ്മയുണ്ട് ഞങ്ങൾക്ക്, പിന്നെ ഒരു മാമനും ഉണ്ട് കേട്ടോ. അങ്ങനെ 3 പെണ്ണും ഒരാണുമാണ്. അപ്പോൾ വലിയമ്മ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വരാതിരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ആശുപത്രിയിലായത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇന്നലെ അതിന് വന്നാണ് എന്നെ കാണാനായിട്ട്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അമ്മ പറയുന്നതൊന്നും നമുക്കന്നേരം വീഡിയോയിലിടാൻ പറ്റില്ല. അപ്പം ഞങ്ങളോടല്ല ദേഷ്യം, ഞങ്ങളുടെ അച്ഛനോടാണ്. എന്താ കാര്യം നമുക്കറിയില്ല, ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മൾ കൂണുമെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണേ. രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മുറ്റത്തു നിന്ന് കിട്ടിയ കൂണാണ്. അപ്പോൾ അത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണേ. സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ളത് നല്ല സൂപ്പർ മെഴുക്കുവരട്ടി. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പിലായി കേട്ടോ. അപ്പം അങ്ങനെ മീൻകറി അടുപ്പത്തതിന് ശേഷം നമ്മൾ കപ്പ പൊളിക്കുകയാണ്, കപ്പ പുഴുങ്ങാനായിട്ട്. അപ്പം കപ്പയൊക്കെ പൊളിച്ച് വെച്ചു. അവൻ്റെ കുഞ്ഞമ്മ അവനെ ഒരുക്കിയതാണ്. ഇത് ഇവിടെയൊക്കെ കുത്താണ് ഇട്ടേക്കുന്നത്. ഇത് ഇങ്ങോട്ട് നോക്ക്, മുമ്പേ വീഡിയോ എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, കിച്ചിച്ചേട്ടനെ കാണണം ഒത്തിരി പേര് പറയുന്നുണ്ട്. ഒന്ന് കാണിച്ചേ എന്നെ കണ്ട. ഇങ്ങോട്ട് ഒന്നോടെ നോക്കട്ടെ സുന്ദരി. അയ്യോ ഗോയിപ്പൊട്ടൊക്കെ തൊട്ട് കണ്ണെഴുതി മാലൊക്കെ ഇട്ട് കണ്ണിന് ഇവിടെയൊക്കെ കുത്തിയിട്ട് ഇങ്ങോട്ട് നോക്കടി. അവരുടെ കുഞ്ഞമ്മ ഒരുക്കിയതാ, സുന്ദരിയാക്കി ഇവളെ. ഇവിടെ ഉടുപ്പിടുന്ന കലാപരിപാടികളാണ് അച്ഛനും മോളും. അച്ഛനും ഇഷ്ടമല്ല, മോക്കും ഇഷ്ടമല്ല ഉടുപ്പും തുണിയിടുന്നത്. ഞാൻ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധകരമായിട്ട് ഞങ്ങൾ ഉടുപ്പിടുകയാണ് കൂട്ടുകാരെ. ഞങ്ങൾക്ക് ഉടുപ്പിടുന്ന കാര്യം മാത്രം എന്നെ കൊല്ലുന്നേ. ഇവിടെ എൻ്റെ ഒരു കയ്യെന്തിയടാ. ഇതിങ്ങടെ ഇടയിൽ കിടന്ന് എന്നെ വിരകി എവിടെ പോവാണോ എന്തോ. ക്യാമറമാനോടൊപ്പം ഷിനുരാജ്, കിച്ചു. അവരുടെ വീട്ടിൽ പോകും. അവരുടെ വീട് എവിടെയാണെന്ന് അവൾക്കറിയാം.
തലമുടി കെട്ടി വെച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ കെട്ടി വെച്ചത് കണ്ടോ? ചൈന കുഞ്ഞ്, ചൈന കുഞ്ഞിൻ്റെ മുടി, ചൈന കുഞ്ഞിൻ്റെ മുടി കെട്ടി വെച്ചേക്കുന്നുണ്ടോ? അവൾ ഉടുപ്പിടത്തില്ല, അവൾ ഉടുപ്പൂരി കളഞ്ഞു. കുറച്ച് മുമ്പ് തന്നെ ഒരു ഉടുപ്പിട്ടതാ വീഡിയോ എടുക്കാൻ. പിന്നെ അവൾ ഉടുപ്പൂരി കളഞ്ഞു കണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ കൊമ്പ് കെട്ടി വെച്ചേക്കുന്നത്. ചൈന കുഞ്ഞ്, ഡി ചൈന കുഞ്ഞ്, ഡി ചക്കി. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി വെച്ചു. മീൻകറി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇവരെനിക്ക് കപ്പ തരില്ല കൂട്ടുകാരെ, കൊതിക്കിച്ചിട്ട് തിന്ന. നമ്മുടെ മീൻകറി തിളച്ച് പറ്റുന്നേ ഉള്ളൂ കേട്ടോ, വെട്ടമില്ല. ഈ നമ്മുടെ മീൻകറി തിളച്ചിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഏട്ടൻ കഴിക്കാനെടുത്ത് കപ്പയും മീൻകറിയും കേട്ടോ. ചൂരമീനാണേ കറി. എനിക്കിവർ തരില്ല, ഒരു കഷ്ണം തിന്നാൻ നമുക്ക് ഇതിന് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിക്കാൻ ചോറെടുത്തു. നമ്മൾ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അരി അടപ്പത്തിട്ട് പയറൊക്കെ ഇട്ട്. പക്ഷെ പിന്നെ ചോറ് വന്നു വന്നപ്പോൾ നമ്മളങ്ങ് ചോറാക്കി. അപ്പോൾ ഇത് ഈ മീനിൻ്റെ തലയാണ് ഞാൻ എടുത്തത് കേട്ടോ, അത് ചോറ്. വേറെ കറിയൊന്നുമില്ല കേട്ടോ. കപ്പയുണ്ട്, ഞാൻ കഴിക്കാൻ എടുത്തില്ല. കാര്യം പറ ചെക്കി, ഇത് കാര്യം പറ. ഡാൻസ് കളിക്കൂടി തന്നെ ഇരിക്കുമ്പോഴാടി അതൊക്കെ. അപ്പോൾ എൻ്റെ മൂത്ത മരുമകൾ വൈകുന്നേരം ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ കട്ടിലേന്ന് എന്തൊക്കെയോ ഫോണിൽ കാണുക. അപ്പോൾ മോളും കൂടെ അവിടെ എവിടെ ഇരുന്ന്. അപ്പം ഞാൻ ഇവിടെ ഇച്ചിരി നേരം കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി കൂട്ടുകാരെ കമൻറ്റ് ചെയ്യുക. ബൈ കൂട്ടുകാരേ.